നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയ ഇസ്രായേലുകാരെ വിട്ടയക്കുന്ന കാര്യത്തിലും തങ്ങളുടെ പ്രോപ്പഗൻഡ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഹമാസ് തീവ്രവാദികൾ നടത്തിയത്. ഏറ്റവും ക്രൂരമായ രീതിയിൽ തന്നെയാണ് അവർ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും കാട്ടിക്കൂട്ടിയത്. ഇവരുടെ ഭീഷണിക്ക് വഴങ്ങിയ ബന്ദികൾക്ക് അവർ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റ് വേറെ പോംവഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു. തങ്ങൾ അറിയാതെ തന്നെ ഇവരുടെ പ്രോപ്പഗൻഡയ്ക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരിക്കാം അവരെല്ലാവരും ഇവർ പറയുന്നതൊക്കെ തന്നെ അനുസരിക്കേണ്ടി വന്നത്. റെഡ് ക്രോസിന് കൈമാറാനായി ബന്ദികളെ എത്തിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവരുടെ കഴുത്തിൽ ഫലസ്തീൻ്റെ പേരെഴുതിയ ഒരു നെക്ലേസ് പതിപ്പിച്ചിരുന്നതായിട്ടാണ്. കൂടാതെ ഇവരുടെ കയ്യിൽ വലിയ ഓരോ കവറുകളും ഉണ്ടായിരുന്നു. ഈ കവറുകൾക്ക് പുറത്ത് ഹമാസിൻ്റെ ലോഗോയും ഫലസ്തീൻ എന്ന് വലിയ അക്ഷരങ്ങൾ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് വേണം ഇവർ ബന്ദിമോചനത്തിലേക്ക് എത്താനെന്നായിരുന്നു ഇവർ നൽകിയ നിർദ്ദേശം. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച മറ്റൊരു വീഡിയോയും ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ മോചിതരായി സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരുന്ന ഈ 3 പേരുടെയും കൈകളിലേക്ക് ഹമാസ് തീവ്രവാദികൾ 3 കവറുകൾ നൽകുകയാണ്. ഈ കവറുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഹമാസിൻ്റെ ലോഗോയുള്ള അതുപോലെ ഫലസ്തീൻ എന്നെഴുതിയ വലിയ കവറുകളാണ്. ഈ കവറുകൾ സ്വന്തം കൈകൾ പിടിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ഹമാസ് തീവ്രവാദികൾ അവരെ നിർബന്ധിക്കുകയാണ്, അഥവാ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ ദൃശ്യം ഹമാസ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കവറുകൾക്കുള്ളിൽ എന്താണ് എന്ന് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. തടവറകൾക്കുള്ളിൽ തങ്ങൾ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ ചിത്രങ്ങളായിരുന്നു ഇത് എന്നും ഒപ്പം ഒരു സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കവറുകളിൽ വെച്ചിട്ടുണ്ട്. ഇതെന്ത് സർട്ടിഫിക്കറ്റാണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ വ്യക്തി തങ്ങളുടെ തടവിൽ ഉണ്ടായിരുന്ന ആളാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കാം അത്. മാത്രമല്ല, ഹമാസ് തീവ്രവാദികൾ ബന്ദികളെ എത്തിക്കുന്ന ആ സമയത്തൊക്കെ തന്നെ ഭീകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഇവരെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് നിരവധി ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങളേന്തി ഇവരുടെ വാഹനങ്ങൾ ചുറ്റും നിന്ന് ആർപ്പ് വിളിക്കുകയും ചിലരാകട്ടെ ഇവരുടെ വാഹനങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ബന്ദികൾ ആകെ പേടിച്ച് അരണ്ട ഒരവസ്ഥയിലാണ് പുറത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ഇവർ റെഡ് ക്രോസിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുമൊത്ത് രേഖകൾ ഒപ്പിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇവരെ 3 പേരെയും പിന്നീട് ഹെലികോപ്റ്ററിലാണ് ഇസ്രായേലിലെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത്. ഇവരിൽ ഒരാൾ ഇസ്രായേൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ്. മറ്റ് 2 പേരും ഇസ്രായേൽ പൗരന്മാർ തന്നെയാണ്. മോചിക്കപ്പെട്ടവരിലെ ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലി ഡമാരിയ ഒക്ടോബർ 7 അവരുടെ വീട്ടിൽ നിന്നാണ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയത്. അവരുടെ കയ്യിൽ ഇവർ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റോമി ഗോനൻ, ഡെറോൺ സ്റ്റിൻബക്കർ എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ട മറ്റ് 2 വനിതകൾ. ഇവരെ മോചിപ്പിച്ച രീതിയെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായ വിമർശനം ഉയരുകയാണ്. കാരണം ഒരു ഒത്തുതീർപ്പ് സംഭാഷണം നടക്കുകയും ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക എല്ലാം തന്നെ വളരെ സജീവമായി പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും ഇസ്രായേലും ഹമാസ് തമ്മിൽ ധാരണ ആയതിനു ശേഷം പിന്നീട് ഈ ബന്ദികളെ ഉപയോഗിച്ച് പോലും തങ്ങളുടെ ഹിഡൻ അജണ്ടയും അല്ലെങ്കിൽ പ്രോപ്പഗൻഡയൊക്കെ തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ച ഹമാസിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മറ്റ് ബന്ദികളെ മോചിപ്പിക്കുമ്പോഴും ഇവർ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടത്തുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ആയുധങ്ങളുമേന്തി ഇവരെ സ്വീകരിക്കാനെത്തിയ രംഗങ്ങളൊക്കെ തന്നെ പലരിലും ഭീതി ഉണർത്തുന്ന തരത്തിലായിരുന്നു. സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇസ്രായേൽ എത്തുകയും അവർ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ആയുധങ്ങളേന്തി ഗാസയിൽ ഇവർ പ്രകടനം നടത്തിയതും ബന്ദികളെ മോചിപ്പിക്കുന്ന സ്ഥലത്ത് പോലും ഇത്തരം നാടകം നടത്തിയതുമൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അതിശക്തമായ തോതിലുള്ള വിമർശനം ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ ഹമാസ് ഇപ്പോൾ വീണ്ടും പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പോലും സ്വന്തം പ്രോപ്പഗൻഡ നടത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിന് ഹമാസിന് അന്താരാഷ്ട്ര സമൂഹത്തോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്.